രണ്ടാഴ്ച മുമ്പാണ് ഞാൻ ആ ജോബ് ലിസ്റ്റിംഗ് കണ്ടത്. ന്യൂ ഹോപ്പ് വെസ്റ്റ് മാർക്കറ്റിൽ ഒരു നൈറ്റ് ഗാർഡിന് ആവശ്യമുണ്ട്. സമയം രാത്രി 12 മുതൽ രാവിലെ 6 മണി വരെ. ശമ്പളം മണിക്കൂറിന് $21. ആദ്യം തന്നെ എനിക്ക് അതിലൊരു പന്തികേട് തോന്നി. കട അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഒരു പലചരക്ക് കടയ്ക്ക് സെക്യൂരിറ്റി ഗാർഡ്? അവിടെ അത്രമാത്രം ക്രൈം ഉണ്ടോ? പക്ഷെ എനിക്ക് പണത്തിന് നല്ല ആവശ്യമുണ്ടായിരുന്നു. 2 ദിവസത്തിന് ശേഷം ഞാൻ ക്ലൈവ് എന്ന് പറയുന്ന ഒരാളുമായിട്ട് ഒരു ഫോണിലൂടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അങ്ങനെ എൻ്റെ ആദ്യത്തെ ഷിഫ്റ്റിനായി ഞാൻ അവിടെ എത്തി. അവിടെ എത്തിയപ്പോഴാണ് എന്തിനാണ് ഈ നൈറ്റ് ഗാർഡ് എന്ന് എനിക്ക് മനസ്സിലായത്. ആകെ തകർന്നെടുക്കുന്ന ഒരു സ്ട്രിപ്പ് മാളിൻ്റെ അറ്റത്തായിരുന്നു ആ കട. കടയുടെ വിൻഡോയിലെല്ലാം സ്പേസ് ഫോർ റെൻ്റ് എന്ന ബോർഡുകൾ തൂങ്ങിക്കിടക്കുന്നു. പൊടി പിടിച്ചെടുക്കുന്ന ഗ്ലാസും മിന്നി മിന്നി കത്തുന്ന ലൈറ്റെല്ലാം കണ്ടാലറിയാം വർഷങ്ങളായി ആ ഓഫർ ആരും സ്വീകരിച്ചിട്ടില്ല എന്ന്. ഞാൻ മെയിൻ ഡോറിൻ്റെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്തു. ഞാൻ കടയുടെ അടുത്തേക്ക് നടന്നപ്പോൾ ഒരു സ്ത്രീ അവിടെ നിന്ന് വേഗത്തിൽ ഇറങ്ങി വരുന്നത് കണ്ടു. നീ ആരോൺ ആയിരിക്കും അല്ലേ? ശ്വാസം എടുക്കാൻ പാടുപെട്ടുകൊണ്ട് അവർ ചോദിച്ചു. ആ നൈറ്റ് ഗാർഡ്? അതെ, ഞാൻ തന്നെ, ഞാൻ മറുപടി പറഞ്ഞു. ക്ലൈവ് നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. അവർ എന്നൊന്ന് നോക്കിയിട്ട് പാർക്കിംഗ് ലോട്ടിലെ ഒരു വണ്ടിയിലേക്ക് വേഗത്തിൽ നടന്നു. ഓ താങ്ക്സ്. പുതിയ സഹപ്രവർത്തകയല്ലേ, ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി ഞാൻ വിളിച്ചു ചോദിച്ചു. ഹേയ്, നിങ്ങളുടെ പേരെന്തായിരുന്നു? പക്ഷെ അപ്പോഴേക്കും അവർ കാറിൽ കയറി വാതിൽ വലിച്ചടച്ചു. റിവേഴ്സ് എടുത്ത് ആ കാറ് വേഗത്തിൽ അവിടെ നിന്ന് പാഞ്ഞുപോയി. പാർക്കിംഗ് ലോട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കാലിയാണ്. അടുത്തുള്ള സ്ട്രീറ്റ് ലൈറ്റ് ഇടയ്ക്കിടെ മിന്നി കത്തുന്നുണ്ട്. തണുത്ത കാറ്റിൽ ഒരു പേപ്പർ ബാഗ് പറന്ന് നടക്കുന്നു. ശരി, നോക്കാം, ഞാൻ സ്വയം പറഞ്ഞു. കടയുടെ ഗ്ലാസ് ഡോറ് ഒരു ശബ്ദത്തോടെ എനിക്ക് മുന്നിൽ തുറന്നു. ഞാൻ അകത്തേക്ക് കയറി. പുറത്തെ അവസ്ഥ വെച്ച് നോക്കിയാൽ കടയ്ക്കകത്ത് നല്ല ഭംഗിയുണ്ട്. നല്ല വെളിച്ചം, സ്പീക്കറിലൂടെ നല്ല ജാസ് മ്യൂസിക്, അതൊക്കെ കേൾക്കാം. ഞാൻ നേരെ 1-ാം നമ്പർ രജിസ്റ്ററിലേക്ക് നടന്നു. അവിടെ മടക്കി വെച്ച ഒരു പേപ്പർ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അത് തുറന്നു വായിച്ചു. ഡിയർ ആരോൺ, വെസ്റ്റ് ഫാമിലേക്ക് സ്വാഗതം. നിന്റെ ആദ്യത്തെ ഷിഫ്റ്റ് നീ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിന്റെ ജോലി എളുപ്പമാക്കാൻ ഞാൻ കുറച്ച് റൂൾസ് ഇവിടെ നൽകുന്നുണ്ട്. റൂൾ നമ്പർ 1, നൈറ്റ് ഗാർഡ് എന്ന നിലയിൽ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും നീ കടയിൽ ഒന്ന് പട്രോളിംഗ് നടത്തണം. ബാക്കി സമയം നിനക്ക് ബാക്കിലെ ബ്രേക്ക് റൂമിലിരുന്ന് CCTV ക്യാമറകൾ നോക്കാം. റൂൾ നമ്പർ 2, അയൽ 7-ലൂടെ, അതായത് 7-ാം നമ്പർ വരിയിലേക്ക് പോകരുത്. അങ്ങോട്ട് നോക്കുക പോലും ചെയ്യരുത്. റൂൾ നമ്പർ 3, ഫ്രോസൺ ഫുഡ് സെക്ഷനിലെ ഫ്രീസറിൽ നിന്ന് ആരെങ്കിലും മുട്ടുന്ന ശബ്ദം കേട്ടാൽ അത് മൈൻഡ് ചെയ്യരുത്. ഇഗ്നോർ ഇറ്റ്. റൂൾ നമ്പർ 4, ആരെങ്കിലും ഷോപ്പിംഗ് കാർട്ട് വെളിയിലിട്ടിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ സ്റ്റേഷനിലേക്ക് മാറ്റി വയ്ക്കണം. റൂൾ നമ്പർ 5, മീറ്റ് സെക്ഷനിലെ രക്തം തളം കെട്ടിക്കിടക്കുന്നത് കണ്ടാൽ പേടിക്കേണ്ട. മീറ്റ് പാക്കറ്റുകളിൽ നിന്ന് ലീക്ക് ആവുന്നതാണ്. സ്റ്റോറേജ് റൂമിൽ നിന്നും മോപ്പും ബക്കറ്റും എടുത്ത് അത് ക്ലീൻ ചെയ്യുക. പക്ഷേ ഒരു കാരണവശാലും ആ രക്തത്തിൽ തൊടുകയോ ചവിട്ടുകയോ ചെയ്യരുത്. റൂൾ നമ്പർ 6, കടയ്ക്കകത്ത് ഏതെങ്കിലും സ്ത്രീയെ കണ്ട ഉടനെ തന്നെ ബ്രേക്ക് റൂമിൽ പോയിരിക്കുക. അവർ പോകുന്നതുവരെ പുറത്തിറങ്ങരുത്. പോലീസിനെ വിളിക്കുകയോ റിപ്പോർട്ട് ചെയ്യുകയോ വേണ്ട. അവരുടെ കണ്ണുകളിലേക്ക് നോക്കരുത്. റൂൾ നമ്പർ 7, കടയിൽ പ്ലേ ചെയ്യുന്നത് ഇൻസ്ട്രുമെൻ്റൽ ജാസ് മ്യൂസിക് ആണ്. എപ്പോഴെങ്കിലും ആ മ്യൂസിക് നിന്നാൽ ഉടനെ ബ്രേക്ക് റൂമിൽ പോയിരിക്കുക. പാട്ട് വീണ്ടും തുടങ്ങുന്നതുവരെ പുറത്തിറങ്ങരുത്. റൂൾ നമ്പർ 8, ഒരു കാരണവശാലും ഷിഫ്റ്റ് കഴിയുന്നതിന് മുൻപ് കടയിൽ നിന്ന് പോകരുത്. താങ്ക്സ് എന്ന് ക്ലൈവ്. ഞാൻ ആ നിയമങ്ങൾ വീണ്ടും വീണ്ടും വായിച്ചു. വല്ലാത്ത വിചിത്രമായ കാര്യങ്ങൾ. എന്തിനാണ് 7-ാം നമ്പർ വരി ഒഴിവാക്കുന്നത്? കടയ്ക്കകത്തൊരു സ്ത്രീ വന്നാൽ എന്തിനു ഒളിക്കണം? ഞാൻ ഇതിനു മുമ്പ് മോശ ഏരിയയിലെ നൈറ്റ് ക്ലബ്ബുകളിൽ ബൗൺസറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ പോലും ഇത്രയും വിയേർഡായിട്ടുള്ള നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടില്ല. ചിലപ്പോൾ ഇതൊരു ടെസ്റ്റ് ആയിരിക്കും. ഞാൻ എത്രത്തോളം കാര്യങ്ങൾ അനുസരിക്കുമെന്ന് നോക്കാൻ വേണ്ടി ക്ലൈവ് വെറുതെ ചെയ്യുന്നതായിരിക്കും. ഞാൻ മുകളിലെ ക്യാമറയിലേക്കൊന്ന് നോക്കി. ശരി, നോക്കാം എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. സമയം ഇപ്പോൾ 12:06. റെസ്റ്റ് എടുക്കുന്നതിന് മുമ്പ് ആദ്യത്തെ പെട്രോളിംഗ് ഒന്ന് തീർക്കാം. ശൂന്യമായ ആ കടയിൽ കൂടെ നടക്കാൻ ഒരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു. പച്ചക്കറികളൊക്കെ ഫ്രഷ് ആയിരിക്കാൻ പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടിയിട്ടുണ്ട്. ഞാൻ മീറ്റ് സെക്ഷനിലേക്ക് നടന്നു. അവിടെ മീറ്റ് കൂളറുകൾ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ചിട്ടുണ്ട്. ആ ഗ്യാപ്പിലൂടെ എനിക്ക് കാണാമായിരുന്നു വലിയ റിബായ് സ്റ്റോക്കുകളും എല്ലുള്ള മാംസ കഷ്ണങ്ങളും ഒക്കെ ചുവന്ന നിറത്തിൽ തിളങ്ങുന്നു. ഞാനൊരു വെജിറ്റേറിയൻ ഒന്നും ആയിരുന്നില്ല, എങ്കിൽ ഈ പച്ചിറച്ചി കാണുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഞാൻ അയലുകളിലേക്ക് ശ്രദ്ധ തിരിച്ചു. 3-ാം അയലിൽ പാസ്തയും സോസുകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്.
4 ബിസ്ക്കറ്റും സ്നാക്സും. 5, 6. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഓ 7-ാം നമ്പർ അയലിലേക്ക് നോക്കാൻ പാടില്ല. ഞാൻ നിർബന്ധപൂർവ്വം എൻ്റെ നോട്ടം തറയിലേക്ക് മാറ്റി. സംഗതി മണ്ടത്തരമായി തോന്നാം, പക്ഷേ അവർ നോക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കണ്ട. പിന്നീട് എപ്പോഴെങ്കിലും CCTV ചെക്ക് ചെയ്ത് എൻ്റെ പെർഫോമൻസ് വിലയിരുത്തുകയാണെങ്കിൽ ഓരോ നിയമവും ഞാൻ കൃത്യമായി പാലിച്ചിരിക്കണമല്ലോ. ഞാൻ നടത്തം തുടർന്നു. കുറച്ച് കഴിഞ്ഞ് ഞാൻ ആ ബ്രേക്ക് റൂം കണ്ടെത്തി. ഒരു സാധാരണ തവിട്ട് നിറത്തിലുള്ള വാതിൽ, അതിൽ ചെറിയൊരു ചതുരം ഷേപ്പിലൊരു ജനലുണ്ട്. പിന്നീട് വരാൻ വേണ്ടി ഞാൻ ആ സ്ഥലം കൃത്യമായി നോക്കി വെച്ചു. ഈ പട്രോളിംഗ് കഴിഞ്ഞാൽ ഉടനെ ലാപ്ടോപ്പ് എടുത്ത് ഫ്രൈഡേ ദി 30th പാർട്ട് 4 കണ്ടു തീർക്കണമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. ഞാൻ കടയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഫ്രോസൺ സെക്ഷനിലെത്തി. അവിടെ നിന്ന് തിരിച്ച് മുൻവശത്തേക്ക് നടക്കുമ്പോഴാണ് അത് കണ്ടത്. ഒരു ഷോപ്പിംഗ് കാർട്ട് വരിയുടെ നടുവിൽ വല്ലാത്തൊരു രീതിയിലിരിക്കുന്നു. എനിക്ക് ദേഷ്യം വന്നു. ആ നിയമങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചത് ഇതായിരുന്നു. ഞാൻ സെക്യൂരിറ്റി ഗാർഡായി വന്നതാണ്, അല്ലാതെ തൂപ്പുകാരനായിട്ടല്ല. കട അടയ്ക്കുന്ന സമയത്ത് ഇതൊക്കെ മാറ്റി വെക്കേണ്ടത് അവിടുത്തെ ജോലിക്കാരുടെ ഉത്തരവാദിത്വമല്ലേ? ഒരു നെടുവീർപ്പോടെ ഞാനത് തള്ളിക്കൊണ്ട് മുൻവശത്തേക്ക് നടന്നു. ടൈലിട്ട തറയിലൂടെ ആ ചക്രങ്ങൾ സ്മൂത്തായി ഉരുണ്ട് നീങ്ങി. ബാക്ക്ഗ്രൗണ്ടിൽ ആ ജാസ് മ്യൂസിക് പതുക്കെ കേൾക്കാം. ക്യാഷ് രജിസ്റ്ററുകൾ പിന്നിട്ട് ഞാൻ മെയിൻ ഡോറിനടുത്തേക്ക് പോകുമ്പോഴാണ് ആ ശബ്ദം കേട്ടത്. വളരെ ചെറിയൊരു ശബ്ദം. ആ മ്യൂസിക്കിനിടയിൽ അത് കേൾക്കാൻ പ്രയാസമായിരുന്നു. ഞാൻ നടത്തം നിർത്തി ശ്രദ്ധിച്ചു. കുറച്ച് സെക്കൻഡ് നിശബ്ദത. പിന്നെയും അത് കേട്ടു. ആരോ കരയുന്നത് പോലെ. എൻ്റെ കഴുത്തിലെ രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു. ഇവിടെ വേറെ ആരുമില്ല. വാതിലുകളൊക്കെ ലോക്ക് ചെയ്തതാണ്. ഇനി ഏതെങ്കിലും കസ്റ്റമർ അറിയാതെ അകത്ത് കുടുങ്ങിപ്പോയതാകുമോ? പാർക്കിംഗ് ലോട്ടിൽ കണ്ട ആ പെണ്ണുണ്ടല്ലോ, അവൾ ആരും ഇല്ലെന്ന് കരുതി കട ലോക്ക് ചെയ്ത് പോയതാവാം. ആരാ അവിടെ? ഞാൻ ഉറക്കെ ചോദിച്ചു. മറുപടിയായി ഒരു തേങ്ങലാണ് കേട്ടത്. എൻ്റെ ഹൃദയം ഒന്ന് പടവടച്ചു. ഒരു സ്ത്രീയുടെയോ കുട്ടിയുടെയോ ശബ്ദം പോലെ തോന്നി. ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ അങ്ങോട്ട് ഓടി. നിങ്ങൾ എവിടെയാണ്? അവർ മറുപടി ഒന്നും പറഞ്ഞില്ല. കരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. ശബ്ദം കേട്ട ദിശയിലേക്ക് ഞാൻ ഓടി. പേടിക്കണ്ട, എല്ലാം ശരിയാവും എന്ന് ഞാൻ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ പെട്ടെന്ന് ഞാൻ സ്തംഭിച്ചു പോയി. ആ ശബ്ദം വരുന്നത് 7-ാം നമ്പർ അയലിൽ നിന്നാണ്. 7-ാം നമ്പർ വരിയിലൂടെ പോകരുത്, അങ്ങോട്ട് നോക്കരുത്. നിയമങ്ങൾ വളരെ വ്യക്തമായിരുന്നു. ആ വരിക്ക് തൊട്ടു മുൻപേ ഉള്ള മൈനേഴ്സ് ഡിസ്പ്ലേയുടെ അടുത്ത് ഞാൻ നിന്നു. ഞാൻ അവിടെ ഒളിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു, ഞാൻ നിങ്ങളെ സഹായിക്കാം. എന്താണ് സംഭവിച്ചത് എന്നൊന്ന് പറയാമോ? അവസാനം അവർ സംസാരിച്ചു. പക്ഷേ എൻ്റെ ചോദ്യത്തിന് മറുപടിയല്ല പറഞ്ഞത്. ഹെൽപ്പ് മീ. ആ ശബ്ദം കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പ്ലീസ്. എനിക്ക് ആ വരിയിലേക്കൊന്ന് കയറണമെന്നുണ്ടായിരുന്നു. സഹായിക്കാൻ വേണ്ടി എൻ്റെ കാലുകൾ തനിയെ മുന്നോട്ട് നീങ്ങി. പക്ഷേ എന്തോ ഒന്ന് എന്നെ തടഞ്ഞു. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വാർണിംഗ് ബെല്ലടിച്ചു. കാരണം ഇത്രയും വരികളിൽ വെച്ച് കൃത്യം 7-ാം നമ്പർ വരിയിൽ തന്നെ ആൾ കൊടുക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്. കൂടാതെ അവരിപ്പോൾ സേഫാണ്. എൻ്റെ കൂടെ ഒരു കടയ്ക്കകത്താണ് അവരുള്ളത്. അല്ലാതെ പാതിരാത്രിയിൽ ഏതെങ്കിലും ഇരുണ്ട വഴിയിലല്ലല്ലോ. ആ വരിയിൽ നിന്ന് പുറത്തേക്ക് വരൂ, ഞാൻ വിളിച്ചു പറഞ്ഞു. എങ്കിൽ മാത്രമേ എനിക്ക് സഹായിക്കാൻ പറ്റൂ. പ്ലീസ്. ആ ശബ്ദം വീണ്ടും പറഞ്ഞു. ഹെൽപ്പ് മീ. ഇത് വെറും മണ്ടത്തരാണെന്ന് ഞാൻ കരുതി. ആരോ കടയ്ക്കകത്ത് കുടുങ്ങിപ്പോയി പേടിച്ച് കരയുകയാണ്. അങ്ങോട്ട് ചെന്ന് അവരെ വീട്ടിൽ പോകാൻ സഹായിക്കാറോ? പക്ഷേ എൻ്റെ തലച്ചോറിൻ്റെ മറ്റൊരു ഭാഗം നിലവിളിക്കുന്നുണ്ടായിരുന്നു, ഒരടി മുന്നോട്ട് വെക്കരുത് എന്ന്. നിങ്ങൾക്ക് ആരെയെങ്കിലും വിളിക്കണോ? പോലീസിനെയോ പാരൻസിനെയോ? ഞാൻ ചോദിച്ചു. ഹെൽപ്പ് മീ. ആ ശബ്ദം വീണ്ടും അപേക്ഷിച്ചു. ആ ഹെൽപ്പ് മീ കേൾക്കാൻ എല്ലാ തവണയും ഒരേപോലെ ഉണ്ടായിരുന്നു. തുടങ്ങുമ്പോൾ ഒരു ചെറിയ വിക്കൽ, മീ എന്ന വാക്കിലെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു എംഫസൈസ്, അതൊരു റെക്കോർഡിംഗ് പോലെ തോന്നി. അല്ലെങ്കിൽ ഏതൊരു AI ഉണ്ടാക്കിയ ശബ്ദം ഒരു ലൂപ്പിലിട്ടതുപോലെ. അതൊരു നാച്ചുറൽ ശബ്ദമായിട്ട് എനിക്ക് തോന്നിയതേയില്ല. ആ വരിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമോ എന്ന് ഞാൻ ഒച്ചയിട്ട് പറഞ്ഞു. പുറത്തിറങ്ങിയാൽ ഞാൻ സഹായിക്കാം. ആ തേങ്ങലിൻ്റെ ശബ്ദം ഉച്ചത്തിലായി. ആകെ ഭ്രാന്തമായ അവസ്ഥ. ഹെൽപ്പ് മീ. ആ ശബ്ദം വീണ്ടും അപേക്ഷിച്ചു. അത് കേട്ടപ്പോൾ എൻ്റെ വയറ്റിൽ എന്തൊരു വല്ലായ്മ തോന്നി. ആ മയനൈസ് ഡിസ്പ്ലേയിൽ ചാരി ഞാൻ അവിടെ തന്നെ നിന്നു. ആ കരച്ചിൽ കേൾക്കുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു.
അതൊരു സ്വാഭാവിക ശബ്ദം അല്ലെങ്കിൽ പോലും എനിക്ക് പോലീസിനെ വിളിക്കാമായിരുന്നു. പക്ഷെ എൻ്റെ ബാഗ് 1-ാം നമ്പർ രജിസ്റ്ററിലാണ് ഇരിക്കുന്നത്. ഫോൺ എടുക്കണമെങ്കിൽ എനിക്ക് 7-ാം നമ്പർ വരി കടന്നു പോകണം. 7-ാം വരിയുടെ മുന്നിലൂടെ നടക്കരുതെന്ന് നിയമത്തിൽ പറഞ്ഞിട്ടില്ല. അതിലൂടെ പോകരുതെന്നും അവിടേക്ക് നോക്കരുതെന്നും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എനിക്കിവിടെ ഇങ്ങനെയൊന്നും ചെയ്യാതെ നിൽക്കാൻ കഴിയില്ലായിരുന്നു. ശരിക്കും ആർക്കെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിലോ, കാലിന് പരിക്കേറ്റ് എഴുന്നേൽക്കാൻ പറ്റാത്തൊരു കുട്ടിയാണെങ്കിലോ പേടിക്കണ്ട, ഞാൻ ഫോണെടുത്ത് പോലീസിനെ വിളിക്കാം. ഞാൻ വിളിച്ചു പറഞ്ഞു. ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഞാൻ 7-ാം നമ്പർ അയലിൻ്റെ മുന്നിലൂടെ 1-ാം നമ്പർ രജിസ്റ്ററിലേക്ക് ഓടി. ഞാനൊരു ചുവട് വെച്ചതും ആ കരച്ചിൽ പെട്ടെന്ന് നിന്നു. അതുവരെ കേട്ട ആ ഭീകരമായ തേങ്ങൽ ഒരു സ്വിച്ച് ഇട്ടതുപോലെ പെട്ടെന്ന് ഇല്ലാണ്ടായി. തൊട്ടടുത്ത നിമിഷം കാലടികൾ കേട്ടു തുടങ്ങി. ആ വരിയിലൂടെ ആരോ ഓടി വരുന്ന ശബ്ദം, തറയിൽ ആഞ്ഞടിച്ചുകൊണ്ടുള്ള ആ നടത്തം. ഒരു കുട്ടിയുടേതാവാൻ ഒരു സാധ്യതയും ഇല്ല. അത്രയും വെയിറ്റ് തോന്നിപ്പിച്ചു ആ ശബ്ദത്തിന്. അത് നേരെ എൻ്റെ അടുത്തേക്കാണ് വരുന്നത്. എൻ്റെ ഹൃദയം നിലച്ചു പോയി. ഇതൊരു കെണിയാണ്. ഞാൻ ഇവിടെ കൊല്ലപ്പെടാൻ പോവുകയാണ്. പക്ഷെ ഞാൻ ആ വരി കടന്ന ഉടനെ ആ കാലടി ശബ്ദങ്ങളും നിന്നു. ഇപ്പോൾ സ്പീക്കറിലൂടെ ആ ജാസ് മ്യൂസിക് മാത്രമേ അവിടെ കേൾക്കാനുള്ളൂ. ഞാൻ തിരിച്ചു വെക്കേണ്ടിയിരുന്ന ആ കാർട്ടിൻ്റെ കാര്യം പോലും മറന്ന് ബ്രേക്ക് റൂമിലേക്ക് ജീവനും കൊണ്ടോടി. ബ്രേക്ക് റൂം വളരെ ചെറുതായിരുന്നു. വാതിലിലെ ആ ചെറിയ ജനൽ കറുത്ത പേപ്പർ കൊണ്ട് ഉള്ളിൽ നിന്നും മറച്ചിട്ടുണ്ട്. ആ മുറിയിലെ ഒരേ ഒരു വെളിച്ചം സെക്യൂരിറ്റി ക്യാമറയുടെ സ്ക്രീനിൽ നിന്നുള്ളതായിരുന്നു. ഞാൻ ക്യാമറകൾ ഓരോന്നായി പരിശോധിച്ചു. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഒറ്റ ക്യാമറ പോലും 7-ാം നമ്പർ വരി കാണിക്കുന്നില്ല. അത് മനഃപൂർവ്വം ഒഴിവാക്കിയതുപോലെ തോന്നി. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനിൽ അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയ ശേഷം ഞാൻ കസാരയിലേക്ക് ചായഞ്ഞു കണ്ണടച്ചിരുന്നു. ഞാൻ കണ്ണു തുറന്നപ്പോൾ സമയം 12:30 ആയിരുന്നു. അടുത്ത പെട്രോളിങ്ങിനുള്ള സമയം. എനിക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഈ ചെറിയ മുറിക്കുള്ളിൽ ലോക്ക് ചെയ്തിരിക്കുമ്പോൾ എനിക്ക് നല്ല സുരക്ഷിതത്വം തോന്നി. പക്ഷെ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഞാൻ സേഫ് ആയിരിക്കില്ല എന്നും എനിക്കറിയാമായിരുന്നു. 7-ാം നമ്പർ വരിയിലേക്ക് ഞാൻ പോയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ആലോചിച്ചപ്പോൾ തന്നെ എനിക്ക് വിറയൽ വന്നു. ഞാൻ കസാരയിൽ നിന്ന് എഴുന്നേറ്റ് വാതിൽ തുറന്നു. കട ആകെ നിശബ്ദമായിരുന്നു. കരച്ചിലോ ഓട്ടമോ ഒന്നുമില്ല. ഞാൻ കടയുടെ പുറകിൽ നിന്ന് പട്രോളിംഗ് തുടങ്ങി. 17-ാം വരിയിലൂടെ നടക്കുമ്പോൾ ഷെൽഫിലിരിക്കുന്ന ടിന്നുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ഞാനൊന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു ലേബലും അതിലില്ല. മീറ്റ് സ്റ്റ്യൂ എന്ന് വെറുതെ എഴുതിയ കുറേ ടിന്നുകൾ മാത്രം. സത്യത്തിൽ ആ വരിയിൽ മുഴുവൻ ആ ഇറച്ചി ടിന്നുകൾ മാത്രമായിരുന്നു. ഒരേ ടിന്നുകൾ വീണ്ടും വീണ്ടും. ഞാൻ ആ വരിയുടെ അറ്റത്തെത്തി. വലത്തോട്ട് തിരിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു നിയമം തെറ്റിച്ചു എന്ന് മനസ്സിലായത്. ആ കാർട്ട്, അത് ഞാൻ തിരിച്ചു വെച്ചിട്ടില്ല. ഞാൻ എവിടെയാണോ അതിട്ടത് അവിടെ അതിപ്പോൾ ഇല്ല. 7-ാം വരിയുടെ അടുത്ത് കിടന്ന ആ കാർട്ട് ഇപ്പോൾ ഒരു ക്യാഷ് രജിസ്റ്ററിൻ്റെ അടുത്ത് കൃത്യമായിരിക്കുന്നു. ഏതോ ഒരു പ്രേതം ഗ്രോസറി വാങ്ങി ചെക്കൗട്ട് ചെയ്യാൻ നിൽക്കുന്നത് പോലെ. ഒരു നിമിഷം ഞാനൊന്ന് പേടിച്ച് നിന്നു. പിന്നെ അതിൻ്റെ ഹാൻഡിലിൽ പിടിച്ച് മുന്നിലെ ഡോറിൻ്റെ അടുത്തേക്ക് നടന്നു. പുറത്താകെ ഇരുട്ടാണ്. ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും കത്തുന്നില്ല. ഷോപ്പിംഗ് കാർട്ടുകൾ വെക്കേണ്ട സ്ഥലം ഡോറിൻ്റെ തൊട്ടടുത്താണ് എന്ന് ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിച്ചു. പെട്ടെന്ന് പുറത്തിറങ്ങുക, അതവിടെ വയ്ക്കുക, തിരിച്ച് കയറുക. വെറും 2 സെക്കൻഡ് മതി. ഞാനത് അതിവേഗം ചെയ്തു. ഇരുട്ടിലേക്ക് ഓടിപ്പോയി കാർട്ട് അവിടെ ഇട്ടിട്ട് വേഗം അകത്തേക്ക് കയറി. ഉടനെ ഡോർ പൂട്ടി. ഓക്കെ, ഇതത്ര കുഴപ്പമില്ലായിരുന്നു. ഒരു ആശ്വാസത്തോടെ ഞാൻ പറഞ്ഞു. ആ കടയ്ക്കുള്ളിലെ സമാധാനവും നിശബ്ദതയും ഞാൻ ഒരു നിമിഷം ആസ്വദിച്ചു. പക്ഷേ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചു ആ നിശബ്ദത. ജാസ് മ്യൂസിക് കേൾക്കുന്നില്ല. ഇത് നിന്നിട്ട് എത്ര നേരമായി? കാട്ട് തിരിച്ചു വയ്ക്കുന്ന തിരക്കിൽ ഞാനത് ശ്രദ്ധിച്ചതേയില്ല. ഞാൻ വേഗം കടയുടെ പുറകിലേക്ക് ഓടി. ബിസ്ക്കറ്റ്സും സ്നാക്സും ഒക്കെ കടന്ന് ഞാൻ ബ്രേക്ക് റൂമിലേക്ക് പാഞ്ഞു. അവിടെ ചെന്ന് ആ റൂൾസ് ഞാൻ വീണ്ടും വായിച്ചു. ഒരു കാരണവശാലും ഷിഫ്റ്റ് തീരുന്നതിന് മുൻപ് പോകരുത്. ക്ലൈവ് എന്തിനാണ് അത് എഴുതിയത്? ആരെങ്കിലും പേടിച്ചു പോകുമെന്ന് കരുതിയാണോ? അതോ ഷിഫ്റ്റ് തീരുന്നതിന് മുമ്പ് പോയാൽ എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ? സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് ഓടിപ്പോകാൻ അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ബാഗിൽ നിന്ന് ഒരു സോഡ എടുത്ത് കുടിച്ചു. ക്യാമറകൾ നോക്കി. ഇനി 5 മണിക്കൂർ ബാക്കിയുണ്ട്. അടുത്ത 4 പട്രോളിങ്ങുകൾ കുഴപ്പമില്ലാതെ പോയി. പട്രോളിങ് എത്ര നേരം വേണമെന്ന് നിയമത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഓരോ അരമണിക്കൂറിലും ഞാൻ കടയ്ക്കുള്ളിലൂടെ ഒരു ഓട്ടം നടത്തും. അത്ര തന്നെ. ആ ഓട്ടം തീരാൻ വെറും 1 മിനിറ്റേ എടുത്തുള്ളൂ.
ബാക്കി 29 മിനിറ്റും ഞാൻ ബ്രേക്ക് റൂമിൽ കയറി വാതിലടച്ചു. രണ്ടാമത്തെ പെട്രോളിങ്ങിൽ ഫ്രീസർ വരയിലൂടെ ഓടുമ്പോൾ ഞാൻ ആ മുട്ടുന്ന ശബ്ദം കേട്ടു. ആദ്യം ഗ്ലാസ്സിൽ വെറുതെ തട്ടുന്നത് പോലെയായിരുന്നു. പിന്നെ അത് ആഞ്ഞടിയായി മാറി. ആരോ കൈവെള്ള കൊണ്ട് ആ ഗ്ലാസ് വാതിലുകളിൽ ആഞ്ഞു തല്ലുന്നത് പോലെ. നിയമം പറഞ്ഞതുപോലെ ഞാൻ അത് മൈൻഡ് ചെയ്തില്ല. ബ്രേക്ക് റൂമിൽ എത്തുന്നത് വരെ ഞാൻ ഓട്ടം തുടർന്നു. അവസാന പെട്രോളിങ്ങിൽ ആ മ്യൂസിക് വീണ്ടും നിന്നു. ഞാൻ വേഗം വഴി മാറി ഓടി ബ്രേക്ക് റൂമിൽ കയറി. ആ നിശബ്ദത എൻ്റെ ചെവിയിൽ ഇരച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ദാ ഷിഫ്റ്റ് തീരാൻ 3 മണിക്കൂർ കൂടി ബാക്കിയുണ്ട്. ഞാൻ ഫോണിലെ ക്ലോക്കിലേക്ക് നോക്കി. സമയം സാവധാനം 3 മണിയിലേക്ക് നീങ്ങുകയാണ്. ഞാൻ എഴുന്നേറ്റ് നിന്ന് എൻ്റെ പേടിയൊക്കെ ഒന്ന് മാറ്റാൻ ശ്രമിച്ചു. അടുത്ത ഓട്ടത്തിന് തയ്യാറെടുത്തു. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ നല്ലൊരു റണ്ണറായിരുന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഞാൻ ആകെ ഔട്ട് ഓഫ് ഷേപ്പ് ആയിപ്പോയി. കഴിഞ്ഞ തവണത്തെ ഓട്ടം തന്നെ എന്നെ ആകെ തളർത്തിയിരുന്നു. സമയമായി. ഞാൻ വാതിൽപ്പടിയിൽ കൈവച്ചു. 3, 2, 1 ഗോ. ഞാൻ വാതിൽ വലിച്ചോർന്ന് പുറത്തേക്ക് പാഞ്ഞു. പക്ഷേ അധികം ദൂരം പോകാൻ എനിക്ക് കഴിഞ്ഞില്ല. തറയിൽ അതാ വലിയൊരു രക്തക്കുളം. ഞാൻ സ്തംഭിച്ചുപോയി. എൻ്റെ ശ്വാസം നിലച്ചു. ആ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ആ രക്തം തിളങ്ങുന്നുണ്ടായിരുന്നു. അത് ക്ലീൻ ചെയ്യണം എന്നാണല്ലോ നിയമം പറയുന്നത്. പക്ഷെ അത് ക്ലീൻ ചെയ്യാൻ ചുരുങ്ങിയത് 10 മിനിറ്റെങ്കിലും എടുക്കും. പുറത്തു നിൽക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ല. വേഗം ഡിസ്പ്ലേ ക്ലോസറ്റിൽ പോയി മോപ്പും ബക്കറ്റും എടുത്തുകൊണ്ട് വന്നു. ആ പണി വല്ലാത്തൊരു പണിയായിരുന്നു. ഞാൻ ആ രക്തം തുടച്ച് ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി. സോപ്പ് വെള്ളമാകെ ചുവന്ന നിറമായി. ഇടയ്ക്ക് ആ വെള്ളം എൻ്റെ മേത്തേക്ക് തെറിക്കാൻ വന്നതാണ്. പക്ഷെ ഭാഗ്യത്തിന് തൊട്ടില്ല. ഒരു തുള്ളി പോലും ദേഹത്താകാതെ ഞാൻ മൊത്തം വൃത്തിയാക്കി. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും സമയം 3:27 അടുത്ത പെട്രോളിങ്ങിനുള്ള സമയം. എനിക്ക് ഓടാൻ വയ്യാത്തത്ര തളർച്ച തോന്നി. അതുകൊണ്ട് ഞാൻ വേഗത്തിലൊന്ന് നടക്കാൻ തീരുമാനിച്ചു. ഫ്രോസൺ ഫുഡ് സെക്ഷനിലൂടെ നടക്കുമ്പോൾ ഞാൻ ആ ഗ്ലാസ്സിലെ കൈപ്പത്തിയുടെ പാടുകൾ കണ്ടു. പല സൈസിലുള്ള പാടുകൾ. പക്ഷേ അവയുടെ അളവുകളൊക്കെ തെറ്റായ രീതിയിലായിരുന്നു. വിരലുകൾ കമ്മിത നീളവും വല്ലാത്തൊരു മെലിച്ചിലും. ഞാൻ അങ്ങോട്ട് നോക്കാതെ മുന്നോട്ട് നടന്നു. ഇനിയും 2.5 മണിക്കൂർ കൂടി. എൻ്റെ ബൂട്ട്സ് തലയിൽ തട്ടുന്ന ശബ്ദം അവിടെ മുഴങ്ങുന്നുണ്ട്. ആ ജാസ് മ്യൂസിക് ഇപ്പോൾ എൻ്റെ നട്ടലിൽ തുളച്ച് കയറുന്നത് പോലെ തോന്നുന്നു. ഓരോ ട്യൂൺ തന്നെ 20 തവണയെങ്കിലും കേട്ട് കാണും. എനിക്ക് എന്തിനെയെങ്കിലും ഇട്ടൊന്ന് തല്ലാൻ തോന്നി. ഒരു നെടുവീർപ്പോടെ ഞാൻ പച്ചക്കറി സെക്ഷനിലേക്ക് നടന്നു. അപ്പോഴാണ് എൻ്റെ കണ്ണിൽ എന്തോ ഉടക്കിയത്. 9ാം വരിയിൽ ആരോ നിൽക്കുന്നു. ഒരു സ്ത്രീ. നീല നിറത്തിലുള്ളൊരു കുപ്പായവും കറുത്ത ഹൈ ഹീൽസുമാണ് അവർ ധരിച്ചിരിക്കുന്നത്. നീളമുള്ള കറുത്ത മുടി അവരുടെ അരക്കെട്ട് വരെ തൂങ്ങിക്കിടക്കുന്നു. അവരെനിക്ക് പുറംതിരിഞ്ഞാണ് നിൽക്കുന്നത്. വെളുത്ത മെലിഞ്ഞ കൈകൾ അനങ്ങാതെ താഴേക്കിട്ടിരിക്കുന്നു. അവരുടെ കയ്യിലുള്ള ബാസ്ക്കറ്റിൽ നിറയെ പച്ചിറച്ചി കഷ്ണങ്ങളായിരുന്നു. ആ നിയമം എൻ്റെ ഉള്ളിൽ മുഴങ്ങി. കടയിൽ ഏതെങ്കിലും സ്ത്രീയെ കണ്ടാൽ ഉടനെ ബ്രേക്ക് റൂമിൽ പോവുക. അവരുടെ കണ്ണുകളിലേക്ക് നോക്കരുത്. ഞാൻ ശബ്ദം ഉണ്ടാക്കാതെ സാവധാനം പിന്നോട്ട് മാറി. എന്നിട്ട് അടുത്ത വരയിലൂടെ ബ്രേക്ക് റൂമിലേക്ക് നടക്കാൻ തുടങ്ങി. അവരുടെ ഹീൽസ് തറയിൽ തട്ടുന്ന ശബ്ദം അവിടെ മുഴങ്ങി. ഞാൻ വേഗത്തിൽ നടന്നു. പക്ഷെ പെട്ടെന്ന് ഞാൻ നിന്നുപോയി. ആ കാലടി ശബ്ദം വരുന്നത് എൻ്റെ പുറകിൽ നിന്നല്ല, അത് വരുന്നത് എൻ്റെ മുന്നിൽ നിന്നാണ്. ഞാൻ നോട്ടം തറയിലേക്ക് താഴ്ത്തി. അപ്പോഴാണ് ആ 2 കറുത്ത ഹൈ ഹീൽസ് ചെരുപ്പുകൾ ആ വരിയിലേക്ക് നടന്നു വരുന്നത് ഞാൻ കണ്ടത്. ഞാൻ തറയിലേക്ക് തന്നെ നോക്കി നിന്നു. കണ്ണുകളിലേക്ക് നോക്കരുത്, നോക്കരുത്, ഞാൻ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് ബ്രേക്ക് റൂമിലെത്തണം. അവരാവട്ടെ എൻ്റെ വഴി തടഞ്ഞ് നിൽക്കുവാണ്. ആ തിളങ്ങുന്ന കറുത്ത ചെരുപ്പുകൾ മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അവരുടെ ബാസ്ക്കറ്റിലെ ഇറച്ചിപ്പൊതികളിൽ നിന്ന് രക്തം തറയിലേക്ക് ഇറ്റി വീഴുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നോട്ട് മാറി. വേറെ വഴിയില്ല. ഞാൻ മുകളിലേക്ക് നോക്കാതെ ശ്രദ്ധിച്ച് നടന്നു. പക്ഷേ അവരെന്നെ ഫോളോ ചെയ്യുകയായിരുന്നു. ഞാൻ വയ്ക്കുന്ന ഓരോ ചുവടിനൊപ്പം ആ കറുത്ത ഹീൽസും വെളുത്തു നീണ്ട കാലുകളും എൻ്റെ കാഴ്ചയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. അവരെൻ്റെ അതേ സ്പീഡിൽ നടക്കുകയാണ്. ഞാൻ വേഗത കൂട്ടി. അവരും കൂട്ടി. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞ് ജീവനും കൊണ്ടുകൂടി. ഏതോ ഒരു വരിയിലൂടെ
ഞാൻ ബ്രേക്ക് റൂം ലക്ഷ്യമാക്കി ഓടി. പക്ഷെ പകുതി വഴിയിൽ എനിക്ക് നിൽക്കേണ്ടി വന്നു. ഒരു ഷോപ്പിംഗ് കാർട്ട് വരിക്ക് കുറുകെയിട്ട് വഴി തടഞ്ഞിരിക്കുന്നു. ഒന്നല്ല, കുറേ കാർട്ടുകൾ ഒന്നിച്ചടുക്കി വച്ചിരിക്കുന്നു. 10 അടി ഉയരത്തിൽ ഒരു ഗോപുരം പോലെ അതവിടെ നിൽക്കുന്നു. ഞാൻ ശരിക്കും ട്രാപ്പായി. ഞാൻ വേഗത്തിൽ പിന്നോട്ട് മാറി. എൻ്റെ ഹൃദയം വല്ലാതെ അടിച്ചു. വളരെ സാവധാനത്തിലുള്ള കാലടി ശബ്ദങ്ങൾ. ഒരു പൂച്ച ഇരയെ പിടിക്കാൻ വരുന്നത് പോലെ അവൾ എൻ്റെ അടുത്തേക്ക് വരികയാണ്. ഞാനൊരു റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. പെട്ടെന്ന് തിരിഞ്ഞ് അടുത്ത വരയിലേക്ക് ഓടിക്കയറി. ഷിറ്റ്, വേണ്ടായിരുന്നു. അത് കണ്ട ഉടനെ എനിക്ക് കാര്യം മനസ്സിലായി. കുറച്ച് ചാര നിറത്തിലുള്ള തുണികളും വിളറി വെളുത്ത നീല നിറമുള്ള തൊലിയുമുള്ളൊരു രൂപം. ഒരു കുട്ടി കരയുന്നത് പോലെ കുനിഞ്ഞിരിക്കുകയാണ് ആ ജീവി. പക്ഷേ അതിന് മനുഷ്യനുമായ ഒരു ബന്ധവും ഇല്ലായിരുന്നു. അതിൻ്റെ ശരീരത്തിൽ വല്ലാത്ത മുഴകളും മുളച്ചു നിൽക്കുന്ന അവയവങ്ങളും ഉണ്ടായിരുന്നു. എല്ലാത്തിനേക്കാളും മോശം അതിന് തലയില്ലായിരുന്നു. ഞാൻ അറിയാതെ 7-ാം നമ്പർ അയലിലേക്കാണ് കയറിയതെന്ന് എനിക്കപ്പോൾ മനസ്സിലായി. ഞാൻ ഉടനെ തിരിഞ്ഞോടാൻ നോക്കി. പക്ഷെ അപ്പോഴേക്കും ആ സാധനം നിവർന്നു നിന്ന് എൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങിയിരുന്നു. ഞാൻ അലറി കരഞ്ഞുകൊണ്ട് അടുത്ത വരയിലൂടെ ജീവനും കൊണ്ടോടി. എങ്ങനെയോ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ബ്രേക്ക് റൂമിനടുത്തെത്തി. വാതിൽ പിടിയിൽ കൈ തട്ടിയതും ഞാനത് വലിച്ചു തുറന്ന് അകത്തേക്ക് വീണു. കസേരയിലേക്ക് തളർന്നിരുന്ന് ഞാൻ കിതച്ചു. ഈ മുറിക്കുള്ളിൽ ഞാൻ സേഫാണ്. നിയമങ്ങളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ മരിക്കാനുള്ള സാധ്യത കുറയുമെന്ന് മാത്രം. ഞാൻ ക്യാമറയിലെ ഫീഡ് ശ്രദ്ധിച്ചു. കടയുടെ നടുഭാഗം കാണിക്കുന്ന ആ ക്യാമറയിൽ ആ സ്ത്രീയുടെ യാതൊരു ലക്ഷണവും ഇല്ല. അടുത്തത് നോക്കി, പച്ചക്കറി സെക്ഷൻ. അവിടെ ആരുമില്ല. പക്ഷേ അടുത്ത ക്യാമറയിലേക്ക് നോക്കിയതും ഞാൻ ഞെട്ടിപ്പോയി. അവൾ ദാ അവിടെ നിൽക്കുന്നു, ബ്രേക്ക് റൂമിൻ്റെ വാതിലിൻ്റെ തൊട്ടു മുന്നിൽ. ഒരു ഫോട്ടോ പോലെ അനങ്ങാതെ നിൽക്കുകയാണ്. അവളുടെ ബാസ്ക്കറ്റിലെ ഇറച്ചിൽ നിന്ന് രക്തം ഇറ്റ് വീഴുന്നുണ്ട്. ഞാൻ സ്ക്രീനിൽ നിന്നും നോട്ടം മാറ്റി വാതിലിൻ്റെ താഴേക്ക് നോക്കി. വാതിലിൻ്റെ വിടവിലൂടെ അവളുടെ നിഴൽ കണ്ടപ്പോൾ എൻ്റെ നെഞ്ചിടിപ്പ് നിലച്ചുപോയി. ഇവിടെ നിന്ന് പോയിത്താ, ഞാൻ മനസ്സിൽ അപേക്ഷിച്ചു. വാതിലിലെ ആ മറച്ച ജനലിലൂടെ അവളുടെ തലയുടെ നിഴൽ ഒന്ന് ചരിഞ്ഞു. അടുത്ത നീക്കം എന്താണെന്ന് അവൾ ആലോചിക്കുന്നത് പോലെ. എന്തിനാണ് ആ ജനൽ പേപ്പറിട്ട് മറച്ചത് എന്നെനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ വീണ്ടും സ്ക്രീനിലേക്ക് നോക്കി. അവൾ നിൽക്കുന്ന രീതിയിൽ എന്തോ ഒരു മാറ്റമുണ്ട്. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനിലേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കി. അവളുടെ ഹൈ ഹീൽസ് ചെരുപ്പുകൾ ഇരിക്കുന്നത് മുന്നോട്ടാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും കാണുന്നത് അവളുടെ തലയുടെ പിൻഭാഗമാണ്. അരക്കെട്ട് വരെ നീളമുള്ള ആ കറുത്ത മുടി. ഒന്നുകിൽ മുടി അവളുടെ മുഖത്തിന് മുന്നിലേക്ക് ഇട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവൾ തല കറക്കി പുറകിലേക്ക് തിരിച്ചു വച്ചിരിക്കുകയാണ്. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൾ വാതിൽക്കൽ നിന്ന് നടന്നു നീങ്ങി. ക്യാമറയുടെ ക്വാളിറ്റി കുറവാണോ അതോ അവൾ അങ്ങനെയാണോ എന്നറിയില്ല. വല്ലാത്തൊരു വിചിത്രമായ നടത്തുമായിരുന്നു അവളുടേത്. ഓരോ സ്റ്റെപ്പും ആഞ്ഞു വെച്ച് തുള്ളിത്തുള്ളിയുള്ള ആ നടത്തം കണ്ടപ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വന്നു. അവൾ സ്ക്രീനിൽ നിന്ന് മറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി. എൻ്റെ കൈകാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ നിയമത്തിൽ പറഞ്ഞത് ഓർമ്മിച്ചു, അവൾ പോകുന്നത് വരെ കാത്തിരിക്കുക. അവൾ കടയ്ക്ക് പുറത്ത് പോകുന്നത് കണ്ട എനിക്ക് സമാധാനിക്കാം. കുറച്ച് കഴിഞ്ഞ് ഞാൻ പേടി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് കീബോർഡിൽ അമർത്തി. ഓരോ ക്യാമറയും മാറി മാറി നോക്കി. കടയുടെ മുൻവശം കാണുന്ന ക്യാമറയ്ക്കായി ഞാൻ തപ്പി. വേണ്ടായിരുന്നു. അവളുടെ മുഖം ദാ സ്ക്രീനിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ആ കണ്ണുകൾ കണ്ടപ്പോൾ ഞാൻ ഭയന്നുപോയി. പൂർണ്ണമായും വെളുത്ത നിറം, കറുത്ത കൃഷ്ണമണിയോ ഒന്നുമില്ല. വെളുത്ത മിഴിയിൽ ചിലന്തി വല പോലെ ചുവന്ന സിരകൾ മാത്രം. ഞാൻ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ആഞ്ഞു. കണ്ണുകൾ ഇറുക്കി അടച്ചു. നിയമം പറഞ്ഞത് കണ്ണുകളിലേക്ക് നോക്കരുത് എന്നാണ്. ഇതിപ്പോൾ സ്ക്രീനിലൂടെ നോക്കിയാലും പ്രശ്നമാണോ? എൻ്റെ ശരീരാകെ വിറയ്ക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് ഞാൻ വിരലുകൾക്കിടയിലൂടെ ഒന്ന് പാളി നോക്കി. അവൾ ദാ ഒരു ചിലന്തിയെപ്പോലെ ഭിത്തിയിലൂടെ ഇഴഞ്ഞു പോകുന്നു. അവൾ ഗ്ലാസ് ഡോറുകൾ തള്ളി തുറന്ന് ആ ഇരുട്ടിലേക്ക് മറഞ്ഞു. അവൾ പോയി. ഞാൻ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. സമയം 3:58. അടുത്ത പെട്രോളിങ്ങിനുള്ള സമയം. എനിക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഞാൻ എന്നെ തന്നെ നിർബന്ധിച്ച് വാതിൽ തുറന്ന്
കടയ്ക്കുള്ളിലൂടെ അതിവേഗം ഒരു ഓട്ടം നടത്തി. അടുക്കി വെച്ചിരിക്കുന്ന ഷോപ്പിംഗ് കാർട്ടുകളും ഫ്രീസറിൽ നിന്നുള്ള ആ മുട്ടലുകളും ഒക്കെ കടന്ന് ഞാൻ ഓടി. അവളുടെ ബാസ്ക്കറ്റിൽ നിന്ന് ഇറ്റ് വീണ രക്തത്തുള്ളികൾ ആ തറയിൽ കാണാമായിരുന്നു. 1 മിനിറ്റിനുള്ളിൽ ഞാൻ തിരിച്ചെത്തി. ബ്രേക്ക് റൂമിൽ കയറി വാതിലടച്ച് ഞാൻ കരഞ്ഞുപോയി. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ കരയുന്നത്. പിന്നീടുള്ള പെട്രോളിങ്ങുകൾ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി. 7-ാം നമ്പർ വരിയിൽ നിന്നുള്ള ആ തേങ്ങലും ഫ്രീസറിലെ തല്ലും അപ്പോഴും കേൾക്കാമായിരുന്നു. ഒടുവിൽ ആ സമയം വന്നു. രാവിലെ 6 മണി. ഗ്ലാസ് ഡോറിലൂടെ പുറത്തെ ആ ചുവന്ന പ്രഭാതം കണ്ടപ്പോൾ എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഞാൻ സേഫായി, ഞാൻ ഫ്രീ ആയി. പാർക്കിംഗ് ലോട്ടിലേക്ക് നോക്കിയപ്പോൾ കുറച്ച് വണ്ടികൾ വരുന്നത് കണ്ടു. ഉറക്കം തൂങ്ങി കയ്യിൽ കോഫിയായി ജോലിക്കാർ കടയിലേക്ക് നടന്നു വരുന്നു. ആദ്യത്തെ ആൾ അകത്തേക്ക് കയറിയതും ഞാൻ കടയിൽ നിന്ന് പുറത്തേക്ക് കുതിച്ചു. വണ്ടിയിൽ കയറി അവിടെ നിന്ന് ഏറ്റവും വേഗത്തിൽ പാഞ്ഞു പോയി. എത്രയും വലിയൊരു ആശ്വാസം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടേ ഇല്ല. എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. എൻ്റെ സാമ്പത്തിക പ്രശ്നം ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞ രാത്രി അനുഭവിച്ച കാര്യങ്ങളായി താരതമ്യം ചെയ്യുമ്പോൾ എത്ര ചെറുതാണെന്ന് എനിക്ക് തോന്നി. മെയിൻ റോഡിലേക്ക് കയറിയപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയുടെ വിൻഡോ താഴ്ത്തി റേഡിയോ ഓൺ ചെയ്തു. പക്ഷേ സ്ഥിരം കേൾക്കാറുള്ള റോക്ക് മ്യൂസിക് ആയിരുന്നില്ല പ്ലേ ആയത്. പകരം ഒരു സാക്സോഫോണിൻ്റെ ശബ്ദം. ആ ഭീകരമായ ലൂപ്പിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സംഗീതം കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ബസ് മാർക്കറ്റിലെ നൈറ്റ് ഗാർഡ് എന്ന നിലയിലുള്ള എൻ്റെ ദിവസങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല.